എടി പെട്ടെന്ന് നടക്ക്, ആരെങ്കിലും കണ്ട പ്രശ്നമോ? നീ ആ സാധനം ബാഗിലിട്ടല്ലോ. അതൊക്കെ ഞാൻ എന്റെ ബാഗിലിട്ടിട്ടുണ്ട്. അത് കൈ പിടിച്ചാലേ പ്രശ്നമൊന്നും എനിക്കറിയാം. എന്നാ പെട്ടെന്ന് വാ, നമുക്ക് പെട്ടെന്ന് പോവാം. ഹായ് കണ്ണാപ്പി. എടി നിനക്ക് ഇവനുമായൊക്കെ പരിചയമുണ്ടോ? പിന്നെ അല്ലാതെ. എന്താടി ഇവൻ കണ്ണാപ്പിയാ സ്കൂളില്. ഇവനെ ആർക്കും ഇഷ്ടമല്ല. ഒരു പൊട്ടനാ. ഇവനുമായിക്കാണോ നിന്റെ കമ്പനി? ആവശ്യം വരൂടി, അതിന് വേണ്ടി വെച്ച കമ്പനിയാ. മോളെ ക്ലേര, ഈ ഏട്ടായിക്ക് സന്തോഷം നൽകൂ. ഏട്ടായിന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? പോലെ ഔട്ട്ഫിറ്റ് ഏട്ടായി. എന്താ എന്റെ സഹായം വല്ലതും വേണോ? ആ വേണം ഏട്ടായി. എന്നാ പറ മോളെ, എന്താ സഹായം വേണ്ടത്? ഏട്ടായി ഏട്ടായി. എന്താ മോളെ പറ. ഞങ്ങൾക്കൊരു സഹായം ചെയ്തു തരുമോ? എന്ത് സഹായം? എന്ത് സഹായം വേണമെങ്കിലും ഈ കണ്ണാപ്പി ചെയ്തു തരുന്നേ. ഇത് ഞങ്ങളുടെ ക്ലാസ്സിന്റെ ലാബിന്റെ ഒരു പോർഷൻ ഉണ്ട്, ഇതുപോലെ തന്നെ ഇരിക്കുന്ന ഇതേ ബോട്ടിൽ ഇതേ കളർ. അത് രണ്ടും കൂടി ഒന്ന് ചേഞ്ച് ചെയ്യണം. അതെന്തിനാ? അത് പിന്നെ ഏട്ടായി, അതിൽ പോർഷൻ കുറവാ, ഇതിന് കുറച്ച് കൂടുതലാ. അതിന് വേണ്ടി ഏട്ടായി. അതിനെന്താ മോളെ, എന്റെ ക്ലാര മോള് പറഞ്ഞതിനെ എന്ത് വേണമെങ്കിലും ചെയ്യും. പെട്ടെന്ന് ഇങ്ങ് താ. ഏട്ടായി 2 നിമിഷം കൊണ്ട് ഇതവിടെ കൊണ്ടുവച്ചിട്ട് വരാട്ടോ. ക്ലാര മോൾ എങ്ങോട്ടും പോവല്ലേ. ഇല്ല ഏട്ടായി, ഞാൻ എങ്ങോട്ടും പോവില്ല. ഇതെന്റെ വാക്കാ ഏട്ടായി, ഞാൻ തരുന്ന വാക്ക്. ഓ വാക്കാണല്ലേ, വാക്ക്. എടി നമുക്കിവിടെ വെയിറ്റ് ചെയ്യുന്നു വേണ്ട, നമുക്ക് തിരിച്ച് പെട്ടെന്ന് പോവാം. ഇവിടെ നമ്മളെ കണ്ട എല്ലാവർക്കും സംശയം തോന്നും. അതെ, ഞാൻ അവന്റെ അടുത്ത് വെറുതെ പറഞ്ഞതാ. നീ വാ പെട്ടെന്ന്. ക്ലാര, അർജുൻ, എന്താ നീ കളർ ഡ്രസ് ഒക്കെ മാറ്റിയോ? അതെ, എന്റെ മമ്മി എനിക്ക് പുതിയൊരു യൂണിഫോം തന്നു. അത് മേടിക്കാൻ വേണ്ടി വന്നതാ ഇങ്ങോട്ട്. അതെന്താ പുറകിലൂടെയാണോ നിന്റെ മമ്മി ഡ്രസ് കൊണ്ടുവന്നത്? അതൊക്കെ എന്തിനാ നീ അറിയുന്ന അർജുൻ? ഞാൻ ഈ സ്കൂളിലെ ലീഡറാണ്, അതെല്ലാം എനിക്ക് അറിഞ്ഞേ തീരൂ. ചേട്ടൻ നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. ഞങ്ങൾ യൂണിഫോം വാങ്ങാൻ വേണ്ടി വന്നതാ. കണ്ടില്ലേ അവിടെ യൂണിഫോം മാറി. നിങ്ങൾക്ക് ഇവിടെ ടീച്ചേഴ്സുമായി വലിയ പിടിപാടല്ലേ, പിന്നെന്താ ടീച്ചേഴ്സ് റൂമിന്റെ കയ്യിൽ നിന്ന് വാങ്ങാത്തെ? പിടിപാടുണ്ടെന്ന് കരുതി നമ്മൾ ടീച്ചേഴ്സിന് ഇങ്ങനെ ബുദ്ധിമുട്ടോ? കളർ ഡ്രസ് ഇട്ടുകൊണ്ട് എക്സാം എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതാ പിന്നെ ഞാൻ യൂണിഫോം സ്റ്റാഫ് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് വാങ്ങിയത് മമ്മിയുടെ കയ്യിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ കൊല്ലാം. ഇവിടെ എന്താ കളി? സയൻസ് ലാബല്ലേ ഇവിടെ? എക്സാം അല്ലേ, കുറച്ച് കഴിഞ്ഞ് പോയി പഠിക്കേ. പഠിച്ചോളാം ചേട്ടാ. എന്നെ പഠിപ്പിച്ചു തരുമോ? എനിക്കിപ്പോ അതിന്റെ പണിയല്ലേ നിന്നെ പഠിപ്പിക്കൽ. പോ കൊച്ചേ, പോയി എന്തെങ്കിലും പഠിക്കേ. ഓക്കേ അർജുൻ. എന്നെ പേര് വിളിച്ചാ പോരാ, എന്നെ ബഹുമാനത്തോടെ സീനിയർ എന്ന് വിളിക്കണം. അങ്ങനെ ഞാൻ എങ്ങനെ വിളിക്കും അർജുൻ? നീ എപ്പോഴും എന്റെ പുറകെയാണല്ലോ. ഞാൻ ഇവിടെ പോകുന്ന എന്ത് ചെയ്യുന്നൊക്കെ നീ അറിയുന്നുണ്ടല്ലോ. ഞാൻ നിന്റെ പുറകെ നടക്കുന്നൊന്നുമല്ല. ഈ സ്കൂളിൽ കുറച്ച് പേരുണ്ട് കുറെ പണികൾ ഒപ്പിക്കാൻ നടക്കുന്നത്. അവര് പിടിക്കാനാണ് ലീഡേഴ്സ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ നിന്റെ ചുറ്റുപിടി നടക്കുന്നേ. നീ അത്ര ആള് ശരിയല്ല. എനിക്കറിയാം അർജുൻ, നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന്. അതുകൊണ്ടല്ലേ നീ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്. വാട്ട്, നിന്നെ എനിക്ക് ഇഷ്ടമാണെന്നോ? നിന്നോട് ആരും പച്ചക്കള്ളം പറഞ്ഞത്? ഒന്നും പറയണ്ട സിനിമേട്ടാ, എനിക്ക് ഉറപ്പാ നിങ്ങൾക്ക് ക്ലാര ഇഷ്ടമാ. ഈ സ്കൂളിലെ എല്ലാ ബോയ്സും ക്ലാരയെ നോക്കുന്നത്. നിങ്ങൾക്ക് മാത്രമേ ഇങ്ങനെ ക്ലാര ഇഷ്ടപ്പെടാവൂ. ആര് പറഞ്ഞു? ദൈവമേ, കൊച്ചു കുട്ടികൾ വരെ. എടി, ഞാൻ അത്ര കൊച്ചുകുട്ടിയാണോ? അല്ല പിന്നെ യുപിയാ, യുപി. ഓ, ഞാൻ യുപിയിലായിരുന്നല്ലേ, ഞാൻ മറന്നുപോയി. നീ വാ. അത് നിക്കുന്നതിന് ഡ്യൂപ്ലിക്കേറ്റ്. നീ ഇവിടെ ഇരിക്കോ. ഇവിടെ ഓൾറെഡി എല്ലാം ഓക്കെ ആണല്ലോ. കുഴപ്പമൊന്നുമില്ല. ഒക്കെ ഓർമ്മയുണ്ടല്ലോ, ചില കെമിക്കൽസ് നമ്മൾ ആഡ് ചെയ്താ അത് ബ്ലാസ്റ്റ് ആവട്ടോ. ചില കെമിക്കൽസ് ആഡ് ചെയ്താലേ തീപിടുത്തൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനത്തെ ഒന്നും ടീച്ചേഴ്സ് നമുക്ക് തരില്ല. അതൊക്കെ അവര് മാറ്റും. അത് ശരിയാ, ചില കെമിക്കൽസ് ഒന്നും അവർ തരത്തില്ല. കാരണം അവരുടെ കയ്യിൽ നമുക്ക് ബ്ലാസ്റ്റ് ആയ സ്കൂളിലല്ല അതിന്റെ പ്രശ്നം. പിന്നെ ഗ്രീന് വരുന്ന പൊട്ടാസ്യം ആണ് കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓരോന്നിന്റെ കളറും പിന്നെ ഓരോന്നിന്റെ പേര് എഴുതിയിട്ടുണ്ട്. അതിലെല്ലാത്തിന്റെ കളറും ഉണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയോ? ഞാനൊക്കെ വായിച്ചു നോക്കിക്കണേ. ഞാൻ ഇന്നലെ രാത്രി പഠിച്ചു. അതെല്ലാ പരീക്ഷയ്ക്കും ഇങ്ങനെയാണ്. ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, ഒന്നും എഴുതിട്ടില്ല എന്നൊക്കെ പറയും. ഞാൻ എല്ലാം കൂടെ എഴുതിയിട്ടുണ്ടാവും. അത് പിന്നെ പഠിപ്പിച്ചുള്ള ഒരു വർത്താനാണ്. നമ്മളൊക്കെ പഠിച്ചാൽ മാത്രം പറയുമ്പോ ഒരു ബുക്ക് മുഴുവൻ പഠിച്ചിട്ടുണ്ടാവും. എന്നിട്ട് പറയും ഞാൻ തൊട്ടിട്ട് ഈ ബുക്ക്, കണ്ടിട്ട് ഈ ബുക്ക്. അതിന് ഇന്നലെ ഫുള്ളോട് ബുക്ക് പോലെ തന്നെ. എന്നിട്ട് ഒന്ന് പഠിച്ചിട്ടാന്ന് പറഞ്ഞേ. പക്ഷെ നിങ്ങളെ പൊട്ടമാറില്ല. എന്താ ഇത്? ഞാൻ ഇന്നലെ ബുക്കൊന്ന് വായിച്ചു നോക്കിയുള്ളൂ, അല്ലാതെ ഞാൻ പഠിച്ചൊന്നുമില്ല. നിനക്ക് വായിച്ചു നോക്കിയാൽ തന്നെ മതി. നിനക്ക് എല്ലാം തലയിൽ കയറും. നിന്റെ തല അങ്ങനത്തെ തലയാ. അതൊന്നും എന്റെ തലക്ക് കൊമ്പുണ്ടോ? എന്റെ തലക്ക് കൊമ്പിടുന്ന വെച്ച് തീർക്കാനല്ലേ പിന്നെ നിന്റെ തലക്ക് കൊമ്പൊന്നുമില്ല. നിന്റെ തലയിൽ നല്ല ബുദ്ധിയാ, വേറെ കുഴപ്പമൊന്നുമില്ല. അതിന് അതോട് മനസ്സിലാക്കൂല, അതാണ് അവളുടെ സ്വഭാവം. ഹലോ ഗേൾസ്. ഹലോ കാക്കു. അല്ലുസ്മാനെ, ഇതെന്താ കളർ ഡ്രസ് ഇട്ടിക്കണേ? ഇന്ന് ബോയ്സിനെ കളർ ഡ്രസ് നിർബന്ധയാ. എങ്ങനെ കളർ ഡ്രസ് ബോയ്സിന് നിർബന്ധമായിരുന്നോ? അതിലിവിടെ കളർ ഡ്രസ് ആർക്കും നിർബന്ധമല്ലോ. അത് ഞാൻ മാറി പറഞ്ഞു, ഞങ്ങൾക്ക് തന്നെ യൂണിഫോം നിർബന്ധയാ. ഇന്ന് ലാബല്ലേ. പിന്നെ നിങ്ങൾ പെണ്ണുങ്ങളെ ടീച്ചർമാർക്ക് സൊസൈറ്റിയാണ് യൂണിഫോം ഇടാൻ. ഞങ്ങൾ പിന്നെ എല്ലാവർക്കും അല്ല, ഞാൻ ഇപ്പൊ അടുത്ത് വന്നത് എന്തിനാന്നറിയോ? അറിയാലോ. എന്നാ പറ, എന്തിനാ ഞങ്ങൾ അടുത്തേക്ക് വന്നത്? പറയും. അനക്ക് കോപ്പി വെക്കാന് കോപ്പി തരാനല്ലേ. മുത്തുമണിയാണെന്നൊക്കെ ഇങ്ങനെ മനസ്സിലായത് നിങ്ങളൊരു സംഭവം കേട്ടോ. എടാ, ലാബ് കിട്ടി കോപ്പി കൊണ്ടെന്ന് ചെല്. ഇവിടെ CCTV ഉള്ളതാ. അവിടെ CCTV ഒക്കെ ഉണ്ടോ? ഇല്ല പിന്നെ അന്നപ്പുറത്തെ കള്ളന്മാരെ പിടിച്ചിട്ട് വിൽക്കാരം അവിടെ CCTV വെച്ചിക്ക. അവിടെ കുറെ വിലപിടിപ്പുള്ള സാധനങ്ങളല്ലേ. എനിക്കിപ്പോ ലാഭത്തെ അവിടെ കെമിക്കൽ മോഷ്ടിക്കലല്ലേ ഇപ്പൊ എന്റെ പണി.
ആ എന്തായാലും ലാബിൽ CCTV ഉണ്ടെന്ന കാര്യം ഉറപ്പാ. എന്തെങ്കിലും ബ്ലാസ്റ്റിംഗ് ഒക്കെ ഉണ്ടായ ഓഫീസിൽ പെട്ടെന്ന് അറിയാൻ വേണ്ടിട്ടാ അവിടെ CCTV വെച്ചിരിക്കുന്നത്. അതിപ്പോ എനിക്ക് തരാനായല്ല. ഓ ഇന്നാലേ ഞങ്ങളൊക്കെ ആദ്യം പോയിക്കാണ്ട് വരാം. എന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ് അതിന്റെ ഉള്ളിലുള്ളത്. അത് നല്ലൊരു ഐഡിയ ആണല്ലോ. അങ്ങനെ ഇച്ചാപ്പി പോയിക്കോളോ. നമ്മളെ കൂട്ടത്തിൽ നിന്നാലേ ഇച്ചാപ്പി പോയാൽ മതിട്ടോ. അല്ലെ ഈ പെണ്ണിനൊക്കെ പറഞ്ഞതാ അറിയോ? ഇവിടെ പൊട്ടത്തില്ലേ ദേവസ്വാനെ? എനിക്കെന്റെ കയ്യിൽ കിട്ടിട്ടോ. ഞാൻ വെറുതെ പറഞ്ഞാണ് ഇച്ചാപ്പിയെ. കാക്കോ ഇച്ചാപ്പി പറഞ്ഞുതരും. ഇച്ചാപ്പി നിങ്ങൾ വിചാരിക്കണ പോലൊന്നുമില്ല. നല്ല പാടുവാണ്. നല്ല പാട് തന്നെ. പൊതുവില്ലാത്ത പഠിത്താണെന്നുള്ളൂ. അങ്ങനെ ഇച്ചാപ്പിനെ പറഞ്ഞ് തള്ളൊന്നും വേണ്ട. ഞങ്ങളൊക്കെ ഇച്ചാപ്പിന്റെ ബുക്ക് നോക്കിയിരുന്നു. ഇന്നലെ സയൻസ് അല്ലേ ഫോട്ടോ നോക്കിയിരുന്നിട്ടുണ്ടാവേ. ഇത് പിന്നെ അതുപോലെ നോക്കിയിട്ടില്ലല്ലോ. ഒന്ന് പോയിക്കാ മതി. എനിക്ക് ഇതൊക്കെ പറഞ്ഞാലേ ഞാൻ എനിക്ക് 2 കോൽമിഠായി മേടിച്ചരാം. പറ്റുമോ? ഈ കോൽമിഠായിയാ നമ്മുടെ കുരുവി ഐഡിയ പറഞ്ഞ എനിക്ക് എന്താ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എന്താ ഇതാരെന്ന് അറിയോ? ജെംസിന്റെ പാക്കറ്റ് 4 ആക്കും മേടിച്ചരാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ മോനെ. അല്ലെങ്കിലോ? അല്ലെങ്കിൽ എന്നാ ഞങ്ങൾ കോപ്പി എടുക്കും. ഞങ്ങളോടൊന്ന് ചോദിച്ചിട്ട് ടീച്ചറോട് പറഞ്ഞെടുക്കും. അതേനുള്ളൂ കാക്കോ. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ബർമാറിന്റെ പോക്കറ്റി കാലാക്കൊല്ലോ റബ്ബേ. ആകെപ്പാടെ 26,000 കിട്ടിയ കുറച്ച് പൈസ ഉള്ളു. അക്കപ്പ പോയി കിട്ടിക്കോളും. ആകെ 2,000 കിട്ടിയിട്ടുള്ളൂ 26,000. അതിന് 20 രൂപ കൊടുക്കേണ്ടി വരുമല്ലോ. നമ്മളൊരു പിസ്കൻ അല്ലാതായി പോയില്ലേ. അല്ലെങ്കിൽ ഇപ്പൊ 2020 ഒക്കെ കൊടുക്കുക എത്ര മടി കാട്ടും. കാക്കൂന് 26,000 2,000 കിട്ടിക്കണ്. എന്നിട്ടാണ് ഈ ചാടറക്കണത്. അപ്പൊ എനിക്കോ? എനിക്ക് 2,000 കിട്ടിക്കണേ. കാക്കൂന് എടുക്കണേ ഇപ്പൊ എനിക്ക് കിട്ടില്ല. എനിക്ക് കുറെ സാധനം വാങ്ങാണ്ട് ഞാൻ എടുത്തു വെച്ചു. രണ്ടും ബെസ്റ്റാ. പിസ്കത്തരത്തിന് ഒരു മടിയില്ല രണ്ടിനും. എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ആള് വരുന്നേ. വരൂ ഇച്ചാപ്പി. ഞാൻ പോട്ടേട്ടോ.